നമസ്കാരം, ചെസ് ബാറ്റിൽസ് മലയാളത്തിലേക്ക് സ്വാഗതം. നമ്മുടെ ഒളിമ്പ്യാഡിൽ തകർപ്പൻ ഗെയിമുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ 2 റൗണ്ടുകൾ അവസാനിക്കുമ്പോൾ തോൽവി അറിയാതെ തന്നെ നമ്മുടെ ഇന്ത്യൻ ടീം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ റൗണ്ടിലും 400ഓളം ഗെയിമുകൾ നടക്കുന്നത് കാരണം പരമാവധി ഗെയിമുകൾ കാണിക്കുന്നതിനായിട്ട് നമുക്ക് ഓരോ ഗെയിമുകളായിട്ട് വേഗത്തിൽ നോക്കി വരാം. ആദ്യം 2ാം റൗണ്ടിലെ അമേരിക്കയും സിംഗപ്പൂരും തമ്മിൽ നടന്ന ഒരു ഗെയിം നോക്കാം. അമേരിക്കൻ ഗ്രാൻഡ് മാസ്റ്റർ ഫാബിയാനോ കരുവാനയും സിംഗപ്പൂർ ഗ്രാൻഡ് മാസ്റ്റർ ജിങ്ക്യാവോ ടിന്നും തമ്മിലായിരുന്നു മത്സരം. ഈ ഗെയിമിൽ ഫാബിയാനോ വൈറ്റ് സൈഡും ടിൻ ബ്ലാക്ക് സൈഡാണ് കളിക്കുന്നത്. വൈറ്റ് E4 മുതൽ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നു. ബ്ലാക്ക് E5 മൂവ് ചെയ്യുന്നു. നൈറ്റ് F3, നൈറ്റ് C6, ബിഷപ്പ് C4, നൈറ്റ് F6. ഇത് 2 നൈറ്റ്സ് ഡിഫൻസ് ആണ്. ഇവിടെ വൈറ്റ് D3 മൂവ് ചെയ്യുന്നു. ബ്ലാക്ക് ബിഷപ്പിനെ C5ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. ഇവിടെ വൈറ്റ് കിങ്സിലേക്ക് കാസ്റ്റിംഗ് ചെയ്യുന്നു. ബ്ലാക്ക് D6 മൂവ് ചെയ്യുന്നു. വൈറ്റ് C3 മൂവ് ചെയ്ത ശേഷം ബ്ലാക്കും കിങ്സിലേക്ക് കാസ്റ്റിംഗ് ചെയ്യുന്നു. അടുത്തതായി വൈറ്റ് H3 മൂവ് ചെയ്യുന്നു. ബ്ലാക്ക് A6 മൂവ് ചെയ്യുന്നു. വൈറ്റ് A4 മൂവ് ചെയ്യുന്നു. ബ്ലാക്ക് H6 മൂവ് ചെയ്യുന്നു. അടുത്തതായി രണ്ടുപേരും റൂക്കുകൾ സെൻറ്ററിലേക്ക് കൊണ്ടുവരികയാണ്. വൈറ്റ് റൂക്കിനെ E1ലേക്ക് കൊണ്ടുവരുന്നു. ബ്ലാക്ക് റൂക്കിനെ E8ലേക്ക് കൊണ്ടുവരുന്നു. ഇവിടെ വൈറ്റ് B4 മൂവ് ചെയ്തുകൊണ്ട് ബ്ലാക്കിൻ്റെ ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യുന്നു. ബ്ലാക്ക് ബിഷപ്പിനെ A7ലേക്ക് മൂവ് ചെയ്യുന്നു. വൈറ്റ് നൈറ്റിനെ D2ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. ബ്ലാക്ക് ബിഷപ്പിനെ E6ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഒരു ബിഷപ്പ് എക്സ്ചേഞ്ച് ഓഫർ ചെയ്യുന്നു. വൈറ്റ് അത് അക്സെപ്റ്റ് ചെയ്യാണ്. ബിഷപ്പ് വെച്ച് ബിഷപ്പിനെ ഇട്ടുന്നു. ബ്ലാക്ക് റൂക്ക് വെച്ച് തിരിച്ചു വിട്ടുന്നു. വൈറ്റ് അടുത്ത ബിഷപ്പിനെ B2ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. ബ്ലാക്ക് D5 മൂവ് ചെയ്തുകൊണ്ട് ഒരു പോൺ എക്സ്ചേഞ്ച് ഓഫർ ചെയ്യുന്നു. എന്നാൽ വൈറ്റ് അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ആദ്യം B5 മൂവ് ചെയ്തുകൊണ്ട് ബ്ലാക്കിന്റെ നൈറ്റിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. ബ്ലാക്ക് നൈറ്റിനെ E7ലേക്ക് മൂവ് ചെയ്യുന്നു. അതിനുശേഷം വൈറ്റ് ആ എക്സ്ചേഞ്ചിലേക്ക് പോവുകയാണ്. പോൺ വെച്ച് പോണിനെ ഇട്ടുന്നു. ബ്ലാക്ക് ക്യൂബിനെ വെച്ച് തിരിച്ചു വിട്ടുന്നു. ഇതോടെ വൈറ്റിന്റെ D3 പോണിനെതിരെ അറ്റാക്ക് വന്നിരിക്കുകയാണ്. എന്നാൽ ഫാബിയാനോ ഇപ്പോൾ ആ പോണിനെ സംരക്ഷിക്കാനായിട്ട് ഒന്നും ചെയ്യുന്നില്ല. പകരം C3 മൂവ് ചെയ്തുകൊണ്ട് ക്വീനെതിരെ അറ്റാക്ക് കൊടുക്കുന്നതോടൊപ്പം ഈ ബിഷപ്പിന്റെ ഡയഗണലും ഓപ്പൺ ചെയ്യുന്നു. ബ്ലാക്ക് ആ പോണിനെ എടുക്കുകയാണ്. ക്യൂബിനെ വെച്ച് പോണിനെ എടുക്കുന്നു. വൈറ്റ് നൈറ്റ് വെച്ച് E5 പോണിനെ എടുത്തുകൊണ്ട് ആ ക്വീനെതിരെ വീണ്ടും അറ്റാക്ക് കൊടുക്കുന്നു. ഇവിടെ ബ്ലാക്ക് ആ ക്വീനെ അറ്റാക്കിൽ നിന്ന് രക്ഷിക്കുന്നതോടൊപ്പം ഒരു കൗണ്ടർ അറ്റാക്കിന് ശ്രമിക്കുകയാണ്. അതിനായിട്ട് ക്വീനെ F5ലേക്ക് കൊണ്ടുവരുന്നു. ഇപ്പോൾ ക്വീൻ അറ്റാക്കിൽ നിന്ന് ഒഴിവായിട്ടുമുണ്ട്. അതിനോടൊപ്പം F2 സ്ക്വയറിലേക്ക് വളരെ സ്ട്രോങ് ആയിട്ട് ഒരു അറ്റാക്കും വന്നിട്ടുണ്ട്. ഫാബിയാനോ ഈ പ്രശ്നം ഒരു ക്വീൻ എക്സ്ചേഞ്ചിലൂടെ പരിഹരിക്കാൻ ശ്രമിക്കുകയാണ്. ക്വീനെ F3ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഒരു ക്വീൻ എക്സ്ചേഞ്ച് ഓഫർ ചെയ്യുന്നു. ഇപ്പോൾ ബ്ലാക്കിൻ്റെ ക്വീനെതിരെയും B7 പോണിനെതിരെയും അറ്റാക്ക് ഉണ്ട്. എന്നാൽ ബ്ലാക്ക് ഇപ്പോൾ ഇങ്ങനെ ഒരു എക്സ്ചേഞ്ചിലേക്ക് പോകുന്നില്ല. പകരം റൂക്കിനെ D8ലേക്ക് കൊണ്ടുവന്ന് D2 നൈറ്റിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. ഫാബിയാനോയും ഇവിടെ ഒരു ക്വീൻ എക്സ്ചേഞ്ചിലേക്ക് പോകുന്നില്ല. നൈറ്റിനെ അറ്റാക്കിൽ നിന്ന് മാറ്റാണ്. നൈറ്റിനെ B3ലേക്ക് മൂവ് ചെയ്യുന്നു. ഇവിടെയും ബ്ലാക്ക് ഒരു ക്വീൻ എക്സ്ചേഞ്ചിലേക്ക് പോകുന്നില്ല. ആദ്യം C6 മൂവ് ചെയ്തുകൊണ്ട് ഈ ക്വീൻ്റെ ഡയഗണൽ ക്ലോസ് ചെയ്യുന്നതോടൊപ്പം ഒരു പോൺ എക്സ്ചേഞ്ച് ഓഫർ ചെയ്യുന്നു. ഫാബിയാനോയും ഇവിടെ യാതൊരു എക്സ്ചേഞ്ചിലേക്കും പോകുന്നില്ല. C5 മൂവ് ചെയ്തുകൊണ്ട് ഈ ബിഷപ്പിൻ്റെ ഡയഗണൽ ക്ലോസ് ചെയ്യുന്നു. ഈ സമയത്ത് ബ്ലാക്ക് ഒരു എക്സ്ചേഞ്ചിലേക്ക് പോവാണ്. പോൺ വെച്ച് പോണിനെ എടുക്കുന്നു. വൈറ്റ് ക്വീന് വെച്ച് B7 പോണിനെ എടുത്തുകൊണ്ട് ബ്ലാക്കിൻ്റെ ബിഷപ്പിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. ഇപ്പോൾ വൈറ്റിൻ്റെ ക്വീൻ കൂടെ അറ്റാക്കിൽ നിന്ന് ഒഴിവായതോടെ ഇനി അടുത്ത മൂവിൽ ബ്ലാക്കിൻ്റെ റൂക്കിനെയും ക്വീനെയും ഫോർക്ക് ചെയ്യാണ് വൈറ്റിൻ്റെ ഉദ്ദേശം. അതുകൊണ്ട് തന്നെ ബ്ലാക്ക് അപ്പോൾ ഈ ബിഷപ്പിനെ അറ്റാക്കിൽ നിന്നും രക്ഷിക്കാൻ ശ്രമിക്കുന്നില്ല. പകരം ക്വീനെ C2ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് വൈറ്റിൻ്റെ ബിഷപ്പിനെതിരെയും നൈറ്റിനെതിരെയും ഒരുമിച്ച് അറ്റാക്ക് കൊടുക്കുന്നു. എന്നാലും ഫാബിയാനോ ആ ഫോർക്ക് തന്നെ ശ്രമിക്കുകയാണ്. നൈറ്റിനെ D4ലേക്ക് കൊണ്ടുവന്ന് ക്വീനെയും റൂക്കിനെയും ഫോർക്ക് ചെയ്യുന്നു. ബ്ലാക്ക് അപ്പോൾ റൂക്ക് വെച്ച് നൈറ്റിനോട്ടാണെങ്കിൽ ബിഷപ്പ് വെച്ച് തിരിച്ചു വിട്ടാം. എന്നാൽ ബ്ലാക്കിന് ഈ ഒരു റൂക്കിന് പകരം ഈ 2 പീസുകൾ കിട്ടുമെന്ന് കരുതി ഇപ്പോൾ ക്വീൻ വെച്ച് ആ ബിഷപ്പിനെ ഇട്ടെടുക്കാൻ പറ്റില്ല. അങ്ങനെ ക്വീനെ വെച്ച് ബിഷപ്പിനെ ഇട്ടെടുക്കുകയാണെങ്കിൽ വൈറ്റിന് നൈറ്റ് വെച്ച് റൂക്കിന് ഇട്ടെടുക്കാം. ഇതോടെ ബ്ലാക്കിൻ്റെ E7 നൈറ്റിന് റൂക്ക് വെച്ചുണ്ടായിരുന്ന സപ്പോർട്ട് നഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ ഒരേ സമയം റൂക്കും ബിഷപ്പും ആ നൈറ്റും അറ്റാക്കിലാവും. ബ്ലാക്കിന് ഈ 3 പീസുകളെയും ഒരുമിച്ച് സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പോൺ വെച്ച് നൈറ്റിനോട്ട് എടുക്കുകയാണെങ്കിലും വൈറ്റിനെ ക്വീൻ വെച്ച് ആ നൈറ്റിനോട്ട് എടുത്തുകൊണ്ട് റൂക്കിനെതിരെയും ബിഷപ്പിനെതിരെയും അറ്റാക്ക് കൊടുക്കുന്നതോടൊപ്പം വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഈ F7 സ്ക്വയറിലേക്ക് 2 പീസുകൾ വെച്ച് വളരെ സ്ട്രോങ് ആയിട്ട് അറ്റാക്ക് കൊടുക്കാനും കഴിയും. അങ്ങനെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് ബ്ലാക്ക് ഇപ്പോൾ ക്വീനെ വെച്ച് ബിഷപ്പിനെ എടുക്കുന്നില്ല. പകരം വൈറ്റിൻ്റെ കിങ് സൈഡിലേക്ക് വളരെ സ്ട്രോങ് ആയിട്ട് ഒരു അറ്റാക്ക് കിട്ടുന്നതിനായിട്ട് ഇവിടെ ഒരു പീസിൻ്റെ സാക്രിഫൈസ് ചെയ്യാണ്. ക്വീന് വെച്ച് C5 പോണിനെ എടുത്തുകൊണ്ട് ആ റൂക്കിനെ സാക്രിഫൈസ് ചെയ്യുന്നു. അതൊരു എക്സ്ചേഞ്ച് സാക്രിഫൈസ് ആണ്. വൈറ്റ് അത് അക്സെപ്റ്റ് ചെയ്യാണ്. നൈറ്റ് വെച്ച് റൂക്കിനെ എടുത്തുകൊണ്ട് അടുത്ത റൂക്കിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന നൈറ്റ് ഇങ്ങോട്ടേക്ക് മാറിയതോടെ ബ്ലാക്കിൻ്റെ ക്വീൻ്റെയും ബിഷപ്പിൻ്റെയും ഡയഗണൽ ഓപ്പൺ ആയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ബ്ലാക്ക് ആദ്യം ക്വീന് വെച്ച് F2 പോണിനെ എടുത്തുകൊണ്ട് ചെക്ക് കൊടുക്കുന്നു. ഇതൊരു ഫോർക്കിൻ ചെക്കാണ്.
ഇപ്പോൾ ചെക്കുമാണ്, വൈറ്റിൻ്റെ ബിഷപ്പിൻ്റെ അറ്റാക്കും ഉണ്ട്. കിങ്ങിന് H1ലേക്ക് മൂവ് ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ ബ്ലാക്ക് ക്യൂവിന് വെച്ച് ബിഷപ്പിനെ ഇട്ടെടുക്കുകയാണെങ്കിൽ വൈറ്റിന് നൈറ്റ് വെച്ച് റൂക്കിനെ ഇട്ടെടുക്കാം. അതുകൊണ്ട് ആ നൈറ്റിനെ എടുക്കുകയാണ്. പോൺ വെച്ച് നൈറ്റിനെ എടുക്കുന്നു. വൈറ്റ് ക്യൂവിന് വെച്ച് ബ്ലാക്കിൻ്റെ നൈറ്റിനെ എടുത്തുകൊണ്ട് F7 സ്ക്വയറിലേക്ക് 2 പീസിൽ വെച്ച് കൺട്രോൾ കൊണ്ടുവരുന്നതോടൊപ്പം റൂക്കിനെതിരെയും അറ്റാക്ക് കൊടുക്കുന്നു. ബ്ലാക്കിന് ഇപ്പോൾ എന്തായാലും റൂക്കിനെ F8ലേക്ക് കൊണ്ടുവന്ന് ഈ F7 സ്ക്വയർ കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. അങ്ങനെ ഇപ്പോൾ റൂക്കിനെ F8ലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ വൈറ്റിനെ ഈ അറ്റാക്കുള്ള ബിഷപ്പിനെ A3ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് ആ റൂക്കിനെതിരെ 2 പീസിൽ വെച്ച് അറ്റാക്ക് കൊടുക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ബ്ലാക്ക് ഇപ്പോൾ ഒരു ഡിഫൻസിലേക്ക് പോകുന്നില്ല, പകരം വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു മൂവാണ് ചെയ്യുന്നത്. അറ്റാക്കിലുള്ള റൂക്കിനെ D2ലേക്ക് കൊണ്ടുവരുന്നു. ഇപ്പോൾ ബ്ലാക്കിൻ്റെ റൂക്ക് അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്. അതിനോടൊപ്പം വൈറ്റിൻ്റെ ബിഷപ്പിനെതിരെയുള്ള അറ്റാക്ക് നിലനിർത്താനും കഴിയുന്നുണ്ട്. ഇതിനെല്ലാം പുറമെ ഇനി അടുത്ത ഒറ്റ മൂവിൽ ബ്ലാക്കിന് വിജയിക്കാൻ കഴിയും. ഇവിടെ ഇപ്പോൾ വൈറ്റ് റൂക്കിനെ G1ലേക്ക് കൊണ്ടുവന്ന് ഈ ചെക്ക്മേറ്റ് തടയാൻ ശ്രമിക്കുകയാണെങ്കിൽ ബ്ലാക്കിന് റൂക്ക് വെച്ച് ബിഷപ്പിനെ എടുക്കാം. അതുകൊണ്ട് തന്നെ ഫാബിയാനോ ഇപ്പോൾ ഒരു ഡിഫൻസിലേക്ക് പോകുന്നില്ല. ആദ്യം ക്വീനെ F7ലേക്ക് കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കുന്നു. ബ്ലാക്ക് ഇപ്പോൾ കിങ്ങിനെ H7ലേക്ക് മൂവ് ചെയ്യുന്നില്ല, പകരം H8ലേക്ക് മൂവ് ചെയ്യുന്നു. വൈറ്റിന് ഇപ്പോൾ വേണമെങ്കിൽ ക്വീനെ G6ലേക്ക് കൊണ്ടുവന്ന് ഈ G2 സ്ക്വയർ കൺട്രോൾ ചെയ്യാം. അപ്പോഴും ഈ ബിഷപ്പ് നഷ്ടപ്പെടുന്നേ ഉള്ളൂ, എന്നാലും ഈ ചെക്ക്മെൻറ്റിൽ നിന്ന് ഒഴിവാകും. എന്നാൽ അതൊരു ഡിഫെൻസിങ് മൂവാണ്. ഇവിടെ അറ്റാക്ക് ചെയ്തുകൊണ്ട് തന്നെ ക്വീനെ അതേ സ്ക്വയറിലേക്ക് കൊണ്ടുവരാനാണ് ഫാബിയാനോ ശ്രമിക്കുന്നത്. അതിനായിട്ട് ആദ്യം നൈറ്റിനെ G6ലേക്ക് കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കുന്നു. ഇപ്പോൾ ബ്ലാക്കിന് ഒരു ഓപ്ഷനേ ഉള്ളൂ, കിങ്ങിനെ H7ലേക്ക് മൂവ് ചെയ്യേണ്ടി വരുന്നു. ഈ സമയത്ത് നൈറ്റിനെ F8ലേക്ക് കൊണ്ടുവന്ന് വീണ്ടും ചെക്ക് കൊടുക്കുന്നു. ബ്ലാക്ക് കിങ്ങിനെ H8ലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. അതിനുശേഷം ക്വീനെ G6ലേക്ക് കൊണ്ടുവന്ന് G2 സ്ക്വയർ കൺട്രോൾ ചെയ്യുന്നു. ഇതോടെ വൈറ്റ് ഈ ചെക്ക്മേറ്റ് ഫിഷനിൽ നിന്നും ഒഴിവായിട്ടുണ്ട്. അതിനോടൊപ്പം ഇവിടെ ഒരു മേറ്റിംഗ് ത്രെഡ് ഉണ്ട്. അതായത് അടുത്ത മൂവിൽ ബിഷപ്പ് വെച്ച് ആ നൈറ്റിനോട് പറ്റുകയാണെങ്കിൽ അടുത്ത ഒരു മൂവിൽ വൈറ്റിനും ഇവിടെ ഒരു ചെക്ക്മേറ്റ് കൊടുക്കാം. അതുകൊണ്ട് തന്നെ ബ്ലാക്ക് ആദ്യം ആ ബിഷപ്പിനെ അവിടെ നിന്ന് ഒഴിവാക്കുകയാണ്. റൂക്ക് വെച്ച് ബിഷപ്പിനോട് എടുക്കുന്നു. ഈ സമയത്ത് ഫാബിയാനോ അടുത്തൊരു മേറ്റിംഗ് ത്രെഡ് കൊടുക്കുകയാണ്. നൈറ്റ് വെച്ച് E6 പോയിന്റ് എടുത്തുകൊണ്ട് G7 സ്ക്വയറിലേക്ക് ഒരു കൺട്രോളോടെ കൊണ്ടുവരുന്നു. ഇവിടെയും ഇനി അടുത്ത ഒരു മൂവിൽ ചെക്ക്മേറ്റാണ് ലക്ഷ്യം. ഇവിടെ ഇപ്പോൾ ഈ ചെക്ക്മേറ്റിൽ നിന്നും ഒഴിവാക്കണമെങ്കിൽ ബ്ലാക്കിനുള്ള പ്രധാന ഓപ്ഷൻ ഈ ക്യൂവിന് വെച്ച് G2 പോയിന്റ് എടുത്തുകൊണ്ട് ഒരു ക്യൂവിൻ എക്സ്ചേഞ്ചിന് ഫോഴ്സ് ചെയ്യുക എന്നതാണ്. അങ്ങനെ ചെയ്താൽ ബ്ലാക്കിന് ഈ റൂക്ക് പൂർണ്ണമായും നഷ്ടപ്പെടും എന്നതാണ് ഇവിടുത്തെ പ്രധാന പ്രശ്നം. എൻഡ് ഗെയിമിൽ 2 റൂക്കിനും ഒരു നൈറ്റിനും എതിരെ ബ്ലാക്കിന് ഒരു നൈറ്റും ഒരു ബിഷപ്പും മാത്രമേ കാണുള്ളൂ. അതുകൊണ്ട് ബ്ലാക്ക് ഇപ്പോൾ ഒരു ക്യൂവിൻ എക്സ്ചേഞ്ചിലേക്ക് പോകുന്നില്ല, പകരം മറ്റൊരു ട്രിക്ക് പോവുകയാണ്. നൈറ്റിനെ H5ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് ഈ G7 സ്കോർ കൺട്രോൾ ചെയ്യുന്നതോടൊപ്പം ഒരു നൈറ്റിനെ സാക്രിഫൈസ് ചെയ്യുന്നു. ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ട്രിക്കാണ്. വൈറ്റ് ഇപ്പോൾ ആ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ ബ്ലാക്കിന് അടുത്ത മൂവിൽ തന്നെ വിജയിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഫാബിയാനോ ഇപ്പോൾ ക്യൂവിന് വെച്ച് ആ നൈറ്റിനോട് എടുക്കുന്നില്ല, പകരം ക്വീനെ E8ലേക്ക് കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കുന്നു. ഇവിടെ ഇപ്പോൾ കിങ്ങിന് മൂവ് ചെയ്യാൻ ഒരു സ്ക്വയറേ ഉള്ളൂ. ബ്ലാക്ക് കിങ്ങിനെ H7ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് പ്രധാനപ്പെട്ട G7 സ്ക്വയർ കൺട്രോൾ ചെയ്യുന്നു. ഇനി വൈറ്റിന് ക്വീനെ G6ലേക്ക് കൊണ്ടുവന്ന് ഈ G2 സ്ക്വയർ കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. ഇപ്പോഴും ഇവിടെ ഈ ഒരു മൂവിലെ ചെക്ക്മേറ്റ് ഫിഷണി നിലനിൽക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ ബ്ലാക്കിന് തന്നെ ഒരു ചെക്കോട് കൂടി ഗെയിമിലേക്ക് വരാൻ അവസരമുണ്ട്. അതുപോലെ തന്നെ ഈ ബിഷപ്പിന് G8 സ്ക്വയറിലേക്ക്. ചുരുക്കത്തിൽ ബ്ലാക്കിൻ്റെ എല്ലാ പീസുകളും വൈറ്റിൻ്റെ കിങ്ങിനെ ലക്ഷ്യം വെച്ചിരിക്കുകയാണ്. എന്നാൽ ഫാബിയാനോയുടെ അടുത്ത മൂവോടെ ബ്ലാക്ക് തോൽവി സമ്മതിക്കുകയായിരുന്നു. ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്ത ശേഷം ആ മൂവ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ഇവിടെ ഇപ്പോൾ ഗെയിമിലേക്ക് തിരിച്ചു വരുന്നതിനും ശക്തമായിട്ടൊരു അറ്റാക്ക് കിട്ടുന്നതിനും വേണ്ടി ഫാബിയാനോ ഇവിടെ ഒരു പീസിനെ സാക്രിഫൈസ് ചെയ്യാണ്. നൈറ്റിനെ G5ലേക്ക് കൊണ്ടുവന്ന് ചെക്ക് കൊടുത്തുകൊണ്ട് ആ നൈറ്റിനെ സാക്രിഫൈസ് ചെയ്യുന്നു. ഇത് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു മൂവാണ്. കാരണം ഇപ്പോൾ ചെക്കുമാണ്. ബ്ലാക്കിൻ്റെ കിങ്ങിന് ഇപ്പോൾ എങ്ങോട്ടേക്കും മാറാനും കഴിയില്ല. അതുകൊണ്ട് തന്നെ ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ വൈറ്റിനാദ്യം ക്യൂവിന് വെച്ച് നൈറ്റിനോട് എടുത്തുകൊണ്ട് ഇങ്ങനൊരു ചെക്ക് കൊടുക്കാം. ഇവിടെയും ഇപ്പോൾ ഒരു ഓപ്ഷനേ ഉള്ളൂ, കിങ്ങിന് G8ലേക്ക് മാറേണ്ടി വരും. ഈ സമയത്ത് റൂക്കിനെ E8ലേക്ക് കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കാം. ഇവിടെ വേറെ ഓപ്ഷനൊന്നുമില്ല, ഈ ക്യൂവിന് വെച്ച് തന്നെ ബ്ലോക്ക് ചെയ്യേണ്ടി വരും. ഇനി ബ്ലാക്കിന് ക്യൂവിൻ നഷ്ടപ്പെടുകയും വൈറ്റ് വേഗത്തിൽ ഗെയിം വിജയിക്കുകയും ചെയ്യും. ഇതെല്ലാം മനസ്സിലായിക്കൊണ്ടാണ് ഈ പൊസിഷനിൽ നൈറ്റ് വെച്ച് ചെക്ക് വന്നപ്പോൾ തന്നെ ബ്ലാക്ക് തോൽവി സമ്മതിച്ചത്.
ഈ ഗെയിം 5 മിനിറ്റ് കൊണ്ട് പറഞ്ഞവസാനിപ്പിക്കണമെന്ന് പ്രതീക്ഷിച്ചാണ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ എത്ര സ്പീഡിൽ പോയിട്ടും 5 മിനിറ്റിനുള്ളിൽ നിർത്താൻ കഴിയുന്നില്ല. എന്തായാലും അടുത്ത ഗെയിമിൽ ഒന്നുകൂടെ ട്രൈ ചെയ്യാം. അടുത്ത വീഡിയോ കാണാം. നന്ദി, നമസ്കാരം.